സമ്മാനങ്ങൾ ലഭിക്കാത്തവർ വിരളമായിരിക്കും. അതിന് വലിപ്പച്ചെറുപ്പങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ലഭിക്കുന്നവ ഒളിപ്പിച്ചു വെക്കുന്നവർ ചുരുക്കമാകും. കൂടുതൽ പേരും അതിനെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ താല്പര്യപ്പെടാറുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വേദഭാഗത്ത് യേശു കർത്താവ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളും ദൈവിക ദാനങ്ങളുമൊന്നും മറച്ചു വെക്കപ്പെടേണ്ടതല്ല, മറിച്ച് അത് പങ്കുവെക്കപ്പെടേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്നു. 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് യേശു പുരുഷാരത്തോട് വിതക്കാരന്റെയും വിത്തിന്റെയും ഉപമ പറയുകയും പിന്നീട് ശിഷ്യന്മാർക്ക് മാത്രമായി അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ദൈവവചനം കേൾക്കുക മാത്രമല്ല, അംഗീകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ധ്യാനഭാഗത്തേക്ക് വരുമ്പോൾ വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ ആരും വെക്കുന്നില്ല. അത് വിളക്ക് തണ്ടിന്മേൽ വെച്ചെങ്കിൽ മാത്രമേ എല്ലായിടവും പ്രകാശമാനമാവുകയുള്ളൂ എന്ന സാമാന്യ തത്വം ഓർമ്മിപ്പിക്കുകയാണ് യേശു. തുടർന്ന് വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല എന്ന് പറയുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു കർത്താവ് എന്ന് യോഹന്നാൻ സാക്ഷിക്കുന്നുണ്ട്. വചനം ജഡമായി തീർന്ന ദൈവപുത്രൻ. ദൈവം മനുഷ്യന് നൽകിയ വിലമതിക്കാനാവാത്ത ദാനമാണ് തന്റെ ഏകജാതനായ പുത്രനിലൂടെയുള്ള രക്ഷ. ആ കർത്താവിനെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും എന്ന് വായിക്കുന്നു. വിതയുടെയും കൊയ്ത്തിന്റെയും ഈ തത്വം ആത്മീയ ജീവിതത്തിനും ബാധകമാണ്. ദൈവത്തിൽ നിന്നും ലഭ്യമാകുന്ന ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങളാൽ ദാനങ്ങളാൽ ദൈവം നമ്മെ നിറയ്ക്കും. അളവില്ലാത്ത വിലയേറിയ ദൈവിക ദാനങ്ങളെ കുറിച്ച് വേദപുസ്തകം വ്യക്തമാക്കി തരുന്നുണ്ട്. എല്ലാറ്റിലും വലിയ സമ്മാനം രക്ഷ എന്ന ദാനമാണ് എന്ന് ബില്ലി ഗ്രഹാം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്നേഹം, ദയ, അനുകമ്പ, ഉദാരത, രക്ഷ, സമാധാനം, നീതി, ജ്ഞാനം, വിശ്വാസം, പരിശുദ്ധാത്മാവ് തുടങ്ങിയവയെല്ലാം തന്നെ ദൈവത്തിൽ നിന്നും ലഭ്യമായ അളക്കാനാവാത്ത ദാനങ്ങളാണ്. അവയൊക്കെയും പ്രാപിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്കായി പകർന്നു നൽകുകയും ചെയ്യണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് പരസ്പരം പങ്കുവെക്കാതെ സ്വാർത്ഥരായി തീരുന്നവരുള്ളപ്പോൾ തന്നെ സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന ചില കൈത്തിരികളും തെളിയാറുണ്ട്. അനേകർക്ക് അഭയം നൽകുന്ന ഗാന്ധി ഭവനിലെ പുനലൂർ സോമരാജനെ പോലെ തന്റെ ഇല്ലായ്മകളിലും പങ്കുവെക്കുവാൻ മനസ്സ് കാണിക്കുന്ന കൊട്ടാരക്കരയിൽ ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്തിരുന്ന വിലാസിനി അമ്മയെ പോലെ ചിലർ, ആരുമില്ലാത്തവർക്ക് തണലായി തീരുന്നവർ, സ്വന്തമല്ലാത്തവർക്ക് കരൾ പകുത്തു നൽകുന്നവർ, കരയുന്നവന്റെ കണ്ണുനീരൊപ്പുന്നവർ, അങ്ങനെ വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കുന്നവരുമുണ്ട്. ലഭിച്ച ദാനങ്ങളെ പങ്കിടുന്നവരുമുണ്ട്. താൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് അവൻ പിന്നെയും നിരൂപിക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെച്ച ആദിമസഭയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിലും കാണുന്നു. ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ അതിനെ അംഗീകരിക്കാനും അനുസരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തെല്ലാം നന്മകളും ദാനങ്ങളുമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നു തന്നത് എന്ന് ഓർക്കാറുണ്ടോ? രോഗസൗഖ്യമോ പാപത്തിൽ നിന്നും മോചനമോ തെറ്റുകൾക്ക് ക്ഷമയോ ഒക്കെ അനുഭവിച്ചവരാകാം. എന്നാൽ പലപ്പോഴും അതിനെ സാക്ഷിക്കുവാനോ നമ്മളാൽ കഴിയും വിധം മറ്റുള്ളവരെ സഹായിക്കുവാനോ ശ്രമിക്കാറില്ല എന്നതല്ലേ സത്യം. അനവരതമായ ദൈവിക കൃപകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും നാം മറന്നു പോകാറില്ലേ? വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വെക്കുന്നവരായി നാം തീരുമ്പോൾ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഉള്ളവന് ഏവനും ലഭിക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. പ്രിയരെ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തിൽ നിന്ന് ദാനങ്ങളെ സ്വീകരിച്ച് അതിനെ പ്രഘോഷിപ്പാനും പങ്കിടുവാനും മറന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവിക ദാനങ്ങളുടെ വില മനസ്സിലാക്കാതെ ജീവിച്ചു പോയത് ഒന്ന് ഏറ്റുപറയാം. നമ്മുടെ അളവുകോലുകളിൽ വന്നുപോയ പിഴവുകളെ തുറന്നു സമ്മതിക്കാം. നിത്യരക്ഷ എന്ന വലിയ ദാനം നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിളക്കു കത്തിച്ച് വിളക്ക് തണ്ടിന്മേൽ പ്രകാശിപ്പിക്കുന്നവരാകാം. അളക്കാനാവാത്ത ദാനങ്ങളെ തിരിച്ചറിഞ്ഞ് സ്വീകരിപ്പാനും പങ്കുവയ്ക്കുവാനും നോമ്പ് മുഖാന്തരമാകട്ടെ. യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനിലൂടെ രക്ഷ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും പങ്കുവയ്ക്കുവാനും അതിൽ സന്തോഷവും നന്ദിയും ഉള്ളവരായി ജീവിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.